അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻമേവർ. അപ്പോൾ മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് ബാക്കി കുറച്ചുകൂടെ പണിയാണ് പോകുന്നത്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ആ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട ഷാർപ്നെസ് 5, അൺബ്രേക്കിങ്, മെൻഡിങ് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആർമറിലും നമ്മുടെ വെപ്പൺസിലും ആഡ് ചെയ്യാൻ ഒരേപോലെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ അൺബ്രേക്കിങ്, മെൻഡിങ് അതേപോലുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ബാക്കി 2-3 ലൈബ്രറീനെ ഞാൻ അവിടെ ചുമ്മാ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അത് മാറ്റി വെച്ച് ചെയ്ത് മേടിക്കാം. അപ്പോൾ എൻ്റെ ഫോർച്യൂൺ സെൽ ടച്ച് അതെന്തായാലും നമുക്ക് വേണം. അപ്പോൾ അതും ഞാൻ ഹെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ആൻഡ് ഈ 2 ഫ്ലെച്ചർ ഇവന്മാരെ 2 അമ്മമാരുണ്ട്. അപ്പം നമുക്ക് ഇവന്മാരെ 2 അല്ല 3 പേരുണ്ട് അപ്പുറത്ത് എഴുതിക്കൊണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ റൈമറുകളുടെ ഇരിക്കുന്ന കണ്ട ഞാൻ റിച്ച് ഗൈസ്. ഇന്ന് തൊട്ട് ഈ വേൾഡിൽ ഞാൻ റിച്ച്. എത്ര ഒരാളുണ്ട്? 8 ബ്ലോക്ക് 72 ഒരാളുണ്ട്. ഏതാ? ഞാൻ അധികം ടൈമൊന്നും ഇരുന്നില്ല കേട്ടോ. ഞാൻ ചുമ്മാ കുറച്ച് നേരം പോയി വുഡ് മൈൻ ചെയ്യുന്നത് ഭയങ്കര മെനയാണ്. എൻ്റെ കയ്യിൽ വേറെ ഡയമണ്ട് ഇല്ല ഈ ഒരു ആക്സ് ഉണ്ടാക്കാൻ. ആൻഡ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സംഭവങ്ങളുണ്ടാക്കി എമറാൾഡ് മേടിക്കണം. ആൻഡ് നമുക്ക് ആ ഒരു എൻചാൻറ്റ് ടേബിൾ ഫുള്ള് സെറ്റ് ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട്. എമറാൾഡ് ഇനി നല്ല ആവശ്യം വരും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വെപ്പൺസിലും എൻചാൻറ്റ്മെൻറ്റ് വേണ്ടി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ സിൽക്ക് ടച്ച്, എഫിഷ്യൻസി 2 മെൻഡിങ് ഉള്ള ഈ ഒരു പിക്കാക്സ് മാത്രമാണ്. നമുക്കിനി ആ ഒരു ഫോർച്യൂണുള്ള പിക്കാക്സ് വേണമെങ്കിൽ നമുക്കിനി ഡയമണ്ട് വേണം. ആദ്യത്തെ കാര്യം. ആൻഡ് എന്തു പറയാൻ, നമുക്കിനി ഈ ഒരു എൻചാൻറ്റ് ടേബിൾ കണ്ട ഇവിടെ ഇനി കുറേ അധികം ബുക്ക് ഷെൽഫിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഒരു വില്ലേജിലും പോയി നോക്കണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. അത് നല്ല പറ്റപ്പോൾ പാടാണ്. എനിക്ക് ആ ലെതർ കിട്ടാൻ നല്ല ടൈം എടുക്കും. അതിൻ്റെ ഒരു വിഷയമുള്ളൂ. ആ പേപ്പർ നമുക്ക് ആ ഷുഗർ കെയിൻ വെച്ച് ചെയ്യാം. പക്ഷെ ആ ലെതർ എൻ്റെ കയ്യിൽ ഒട്ടുമില്ല. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം. ആൻഡ് നമുക്ക് ഈ ഒരു മണ്ടക്കണ്ട ഫയർ എസ്പെക്റ്റ് 2 എൻ്റെ സോഡിലോട്ട് എനിക്കത് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ സോഡ് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. ഇതാണ് ഗൈസ്. ഈ മെൻഡിങ് ഒക്കെ ഞാൻ ഒരെണ്ണം മേടിച്ച് 2 കേട്ട്. ആൻഡ് അൺബ്രേക്കിംഗ് അല്ലേ ഇത്? ആണ് 45 എമറാൾഡ്, ഒരു അൺബ്രേക്കിംഗ് 3. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു എൻ്റെ ഒരു ഫോർച്യൂൺ ബുക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതില്ല. ഗൈസ് ഫോർച്യൂൺ ഉണ്ട്. അപ്പം അതും വേണം. ഈ ബുക്കല്ലേ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. ആൻഡ് ഒരു അൺബ്രേക്കിംഗ് 3, മെൻഡിങ്, ഇത്ര സാധനം ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ആ ഒരു സ്റ്റിക്ക് കൊടുത്ത് എമറാൾഡ് മേടിച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം മേടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഇല്ല. ഞാൻ അതൊന്ന് പോയി മൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം മൈനിങ്ങിന് പോയി. ഒരു 8 ബ്ലോക്ക് ഡയമണ്ട് കിട്ടി. നല്ല പാടാണ് കിട്ടാൻ ഇവിടെ. ഈ ആ ഒരു നമ്മുടെ താഴെ ഒഴിച്ച് വെച്ചത് മൈനിനകത്ത് കുറേ നേരം കുഴിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. ഇതെന്നിട്ട് ആ ലാവാ പൂൾ കണ്ട്. അപ്പം ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് ഫുൾ ഒബ്സിഡിയൻ ആക്കാൻ വേണ്ടി അങ്ങോട്ട് കയറിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് കുറച്ച് ഡയമണ്ട് കിട്ടിയത്. അല്ലാതെ ഭയങ്കര ടൈം എടുക്കും. ആൻഡ് നമുക്ക് ഈ 2 ബുക്ക് കൂടെ ഒരുമിച്ചാക്കാം. ഇത് നല്ല കോസാവും. ഫോർച്യൂൺ മെൻഡിങ് നമുക്ക് അല്ലാതെ ആഡ് ചെയ്യല്ലേ, അതായിരിക്കും ബെറ്റർ. ഫോർച്യൂൺ മെൻഡിങ് മാറ്റി വെച്ചാൽ ഇത് 2 കൂടെ നമുക്ക് ഒരു ബുക്കാക്കാം. ഫോർച്യൂൺ 3 ആണ് ബ്രേക്കിങ്. ആൻഡ് പിക്ക് എക്സിലോട്ട് 10 വേണം. എൻ്റെ ലൈനുള്ള XP ഇല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു മെൻഡിങ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനും XP ഇല്ല. അപ്പോൾ ഗൈസ് ഞാൻ പോയി കുറച്ച് XP ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഗൈസ് XP സെറ്റ് ചെയ്യാൻ പോയി ഞാൻ ഇത്രയധികം വുഡ് മൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കൊണ്ടുവന്ന വുഡ് ഞാനിപ്പോൾ ഈ ഫ്ലെച്ചറിൻ്റെ കൈ കൊടുക്കാം. ഇവന്മാർ 3 പേരുണ്ട്. ഇവന്മാർ ആ ട്രേഡ് അൺലോക്ക് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിത് പ്ലാങ്ക് ആക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റിക്കാക്കിയിട്ട് ഇവന്മാരായി ട്രേഡ് ചെയ്യുമ്പോൾ ഇവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് XP കിട്ടും. ആൻഡ് ഇനി നമുക്ക് അങ്ങോട്ട് ഇനി ഒരു XP ഫാം വേണം. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇല്ല മിക്കവാറും ഞാൻ അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ എൻചാൻറ്റ് ടേബിൾ വെച്ച് ചെയ്യാൻ ആ ഒരു 30 ലെവലിൽ കൂടുതൽ വേണം. അപ്പം അതിനായിട്ട് എന്തായാലും ഒരു XP ഫാം ഉണ്ടാക്കേണ്ടി വരും. അതായിരിക്കും ബെറ്റർ. വിൽ ബി നമ്മുടെ തൊട്ട് താഴെ അപ്പുറത്ത് കാട്ടിലായതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാം. ട്രേഡ് അൺലോക്ക് ചെയ്ത് അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മേടിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് കൂടി ഇപ്പോൾ തൽക്കാലം നമുക്ക് ട്രേഡ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യാം. നമ്മൾ ഒരു ഫുള്ള് ലോക്ക് ചെയ്ത് ഗൈസ് 32 എമറാൾഡ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അതിനകത്ത് വെച്ചേക്കാം. നമുക്കിനി ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്കിതൊരു ഫോർച്യൂൺ പിക്കാക്സ് ഉണ്ട്. അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ബുക്ക്. അതെനിക്ക് എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ആ പിക്കാക്സ്. നമുക്ക് അതുകൂടെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്തേക്കാം.
അപ്പോൾ അതുകൂടെ എൻചാൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അതിനുള്ള കിട്ടുമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ മെൻറ്റിങ് ആഡ് ചെയ്തില്ലായിരുന്നല്ലേ. അപ്പോൾ ഇനി തികയില്ല ഗൈസ്. ഇനി ലെവൽ വേണം. അപ്പോൾ ഞാൻ ഒരു 2 ലെവലൂടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ് ആ ഒരു ഫോർച്യൂൺ 3 പിക്കാക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഏതാ ഗൈസ്, ഇത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അയൺ ബ്ലോക്ക് അയൺ പോട്ട് ഡയമണ്ട് ബ്ലോക്ക് ഈ ഗെയിമിലുള്ള എന്തോറായാലും അത് മറ്റേ ഗോൾഡ് അയണ് കോള് ഡയമണ്ട് അങ്ങനെയുള്ള എന്ത് ബ്ലോക്ക് ആയാലും നമുക്കത് ഫോർച്യൂൺ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ കിട്ടും, മനസ്സിലായോ? അപ്പം നമുക്ക് അത് കിട്ടും സെറ്റ് ചെയ്ത്. അപ്പോൾ ഇനി ഡയമണ്ട് ബ്ലോക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സിൽക്ക് വെച്ച് കൊണ്ടുവന്ന് നമുക്കത് ഫുൾ എടുക്കാം. പക്ഷേ ഇനി ഡയമണ്ട് ഫുള്ള് മജീർ എത്ര കിട്ടുമെന്ന് അറിഞ്ഞൂടാ. 4 വെച്ച് വീഴുന്നുണ്ട്. ഏതാ എത്ര ഉണ്ട്? കിട്ടി. പിക്കാക്സ് വെൻ്റ് ആയിട്ടുണ്ട് എന്തായാലും, അതും നല്ല കാര്യം. 17 ഡയമണ്ട്. ഞാൻ ഇവിടെ എത്ര 7 ബ്ലോക്ക് അങ്ങോട്ട് വെച്ചുള്ളൂ എന്ന് തോന്നുന്നു. 7 ബ്ലോക്ക്. അപ്പം 17 കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. പക്ഷേ എൻ്റെ കയ്യിൽ ആക്സ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുണ്ടാക്കണം. ഒരു മിനിറ്റ്, നമുക്ക് ഫുൾ ഈ ഡയമണ്ട് ടൂൾസ് ആദ്യം ഉണ്ടാക്കിയേക്കാം. പിന്നെ നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോയിട്ട് നമുക്ക് ആ ഒരു ചെസ്റ്റ് പ്ലേറ്റും ആ ഒരു ബൂട്ടും എല്ലാം ഉണ്ടാക്കണം. അപ്പം അതിനുള്ള എന്തായാലും ഈ ഡയമണ്ട് തികയില്ല. അപ്പം ഗൈസ് നമുക്ക് ആദ്യം ഒരു സോഡ് പിന്നെ ഒരു ഹോ മതിയാവും. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പം ഫുള്ള് ഡയമണ്ട് ടൂൾസ് ആയിട്ടുണ്ട്. ഇതെന്താ ഹോ വരെ ഡയമണ്ട്. ആൻഡ് 2 പിക്കാക്സ് ഉണ്ട്, ഒന്ന് സിൽക്ക് ടച്ച് ഒന്ന് ഫോർച്യൂണ്. നമുക്കിനി അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം. അതിന് ഫുള്ള് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ബുക്ക് ഷെൽഫ് വേണം. 15 ബുക്ക് ഷെൽഫാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് ആ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു മണ്ടയുടെ കയ്യിൽ നിന്ന് എന്തായാലും മേടിച്ചേക്കാം. 9 എമറാൾഡാണ് ഒരു ബുക്ക് ഷെൽഫിന്. നമുക്ക് 5 മേടിച്ചിട്ടുണ്ട്. XP ഉണ്ടോ? അതുകൊണ്ട് ഗൈസ് ഇത് നമുക്ക് അവിടെ കൊണ്ട് വെക്കണം. കറക്റ്റ് 15 വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കട്ടെ, നോക്കി മേടിച്ചാൽ മതി. കൂടുതൽ വെറുതെ മേടിച്ചാൽ എമറാൾഡ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. എൻ്റെ ചോദിക്കട്ട് ഇപ്പോൾ എത്ര ലെവലായി? 16 ലെവലായുള്ളൂ. അപ്പോൾ ഇനിയും വേണം. കുറച്ച് എമറാൾഡ് വേണമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു തീരാറായെന്ന് തോന്നുന്നു. 15 ബുക്ക് ഷെൽഫ് മേടിക്കാനുള്ള തികയില്ല. ആക്കണ്ട, 2 എൻ്റെ എമറാൾഡ് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഉള്ളതെല്ലാം തീർന്ന് ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ബുക്ക് ഷെൽഫ് വെച്ചിട്ട് എത്ര ലെവൽ കിട്ടുമെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കൂടെ സെറ്റ് ചെയ്യാം. അവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം അവിടെ. ഓക്കെ. ഇപ്പോൾ ഗൈസ് നിങ്ങൾ ബുക്ക് ഷെൽഫ് വെക്കുമ്പോൾ കറക്റ്റ് ഇതിൽ വെക്കണം. ആ ഒരു ബ്ലോക്ക് വ്യത്യാസത്തിൽ എന്തായാലും വെക്കണം. ആ ഒരു ബുക്ക് ഷെൽഫിന് അതിൻ്റെ പവർ കിട്ടണം. അപ്പോൾ ഗൈസ് എൻ്റെ ബാക്കി കുറച്ച് ഡയമണ്ട് ഉണ്ടായിരുന്നു. അതിനെന്തായാലും ഒരു ചെസ്റ്റ് പ്ലേറ്റ് വല്ലതും ഉണ്ടാക്കിയേക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഒരു ഹെൽമെറ്റിനും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം അതുണ്ടാക്കി. ഓക്കെ, സെറ്റ്. ബാക്കി എന്തെങ്കിലും ഡയമണ്ട് ഒന്നുമില്ല. ബാക്കി ഡയമണ്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാം തീർന്നു. അപ്പോൾ ഗൈസ് നമുക്കിനി കുറച്ച് പരിപാടിയാണ്. ഇനി ഞാൻ പോയി കുറച്ചുകൂടെ ഡയമണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ ഒരു 2000 ബ്ലോക്ക് പോയി. തിരിച്ചു വരാൻ നല്ല പാടെടുത്തു. ഇപ്പോൾ വരുന്ന വഴി ഞാൻ നേരത്തെ നമ്മൾ കയറിയിട്ടുള്ള ആ ഒരു വില്ലേജ്, നമ്മൾ ഈ വില്ലേജസിനെ കൊണ്ടുവന്ന് ഓർമ്മയുണ്ട? ആ ഒരു വില്ലേജിൽ നിന്ന് ഞാൻ കുറേ ബുക്ക് ഷെൽഫ് അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ സിൽക്ക് ടച്ച് പിക്കാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ച് ഫുള്ള് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല ഐസ് ലെവൽ. ഇനിയും വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി. എൻ്റെ ഇതിനുള്ള ലെതറേ ഉള്ളായിരുന്നു. ഇപ്പോൾ എത്രയായി? ഇപ്പോഴും 28 ലെവലാണ്. അപ്പോൾ ഇനിയും വേണം. എഫിഷ്യൻസി 3 അത് വർക്കാകുന്നില്ലേ? അപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു വെക്കണ്ട. മൈ മിസ്റ്റേക്ക്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. എഫിഷ്യൻസി ആണല്ലേ. നമുക്ക് ഈ ബുക്ക് ഷെൽഫിൽ നിന്ന് എൻചാൻറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിനി വേറെ കുറേ അധികം സാധനങ്ങളൊക്കെ കിട്ടും. എന്നുവെച്ചാൽ ഇപ്പം നമ്മളിപ്പം എഫിഷ്യൻസി പിക്കാക്സിന് അതായത് നമുക്ക് ചിലപ്പോൾ ആ ഫോർച്യൂണോ അതിൽ സിൽക്ക് ടച്ച് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ആ എഫിഷ്യൻസി നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ഫുള്ള് ഓർ എന്തായാലും മൈൻഡ് ചെയ്യണം. ഞാൻ 9 ഡയമണ്ട് ഉണ്ട്. ബാക്കി കുറേ ആയത് അയൺ കിട്ടി. അയൺ ഇവിടെ ഈ ഒരു ഐലൻഡിനകത്തുള്ള മിക്കവാറും അയൺ ഫുള്ള് ഞാൻ എടുത്ത്. ഇനി നമുക്ക് താഴെ ആ കേവിലെല്ലാം കുഴിച്ച് നോക്കിയാലേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും അധികം വലിയ കേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2000 ബ്ലോക്ക് പോയി. അവിടെ ഫുള്ളൊരു വലിയൊരു കേവ് കണ്ട്. ഇത് ഇത്രയൊന്നും അല്ലാതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഒരു 16 ഡയമണ്ട് അതാണ് വാങ്ങിച്ച് ചെയ്തെടുത്ത്. പക്ഷേ അത് ഫുള്ള് ചെറുതായിട്ട് ലാവയ്ക്കകത്ത് പോയി.
ഒരു സോംബി വന്ന് എന്നെ അടിച്ചു കൊന്നു. ഞാൻ അവനെ മറ്റേ ലാവ് ബക്കറ്റ് വെച്ചിട്ട് കൊല്ലാൻ നോക്കി, കിട്ടിയില്ല. അങ്ങനെ ആ ഒരു ഡയമണ്ട് പോയി. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാം. ബ്രെഡ് ഓക്കെ റെഡിയായിട്ട്. അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് ആ ഫോർച്യൂൺ 3 എടുത്തിട്ട് നമുക്കിത് ഫുള്ളൊന്ന് മൈൻ ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് അറിയണമല്ലോ. അയൺ ഫുള്ള് മൈൻ ചെയ്യാൻ കുറേ അയൺ കിട്ടും. അയൺ എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ഒരു അയൺ ഫാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് ഈ ഒരു ഐലൻഡിൽ നിന്ന് എവിടെയെങ്കിലും മാറ്റം ഉണ്ടാക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം തന്നെ ഈ ഒരു ട്രേഡിംഗ് ഹാളുണ്ട്, നല്ല ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടെങ്കിലും മാറ്റി വെച്ച് ചെയ്യണം. നമുക്ക് അപ്പുറത്തെ ഒരു ചെറിയ ഐലൻഡില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അവിടെ ട്രേഡിംഗ് ഹാൾ അവിടെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാം. അപ്പം അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു അൺഫാം സെറ്റ് ചെയ്യാൻ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. ആൻഡ് 1.5 സ്റ്റാക്ക് അയണ്, ഏകദേശം 1.5 സ്റ്റാക്ക് അയണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അതിൻ്റെ ഡയമണ്ട് മൈൻ ചെയ്ത് നോക്കാം എത്ര കിട്ടുമെന്ന് അറിഞ്ഞൂടാ. 4 വെച്ച് വീഴുന്നുണ്ട്. അത് മോശം. 22 കുഴപ്പമില്ല. 9 22 മോശമില്ല. ഒരു ഗോള് നമുക്ക് ഈ പിക്കാക്സ് ഫുള്ള് മെൻ്റ് ആയിട്ടുണ്ട്, നല്ല കാര്യം. ആൻഡ് നമുക്ക് എൻ്റെ ആർമറിന് മുമ്പ് ഗൈസ് എൻ്റെ സോഡ് ഹോയിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ആക്സ് പൊട്ടിയായിരുന്നു ചെറുതായിട്ട് ആ ഒരു കേവ് മൈൻ ചെയ്യാൻ പോയപ്പം. അപ്പം ഒരു ആക്സില്ല, അതൊന്നും നടക്കില്ല. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ട്. ഓക്കെ, ഇനി ലെഗിൻസിൻ്റെ കൂടെ കുറവുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ കൊണ്ടുപോയ ചെസ്റ്റ് പ്ലേറ്റ് ഹെൽമെറ്റും പോയായിരുന്നു. അതും ലാഭിക്കാത്ത പോയി. എന്ത് ചെയ്യാൻ, ഭാഗ്യത്തിന് എന്തോ ഭാഗ്യം എൻ്റെ ഒരു സിൽക്ക് ടച്ച് പോയില്ല. ഇതെല്ലാം ഒന്ന് എൻജോയ് ചെയ്യണമല്ലോ. നമുക്ക് അവർ ഇതിനകത്ത് കൊണ്ടുവച്ച് നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതിൽ വെച്ച് നോക്കി ഫയർ പ്രൊട്ടക്ഷനാണ്, ഒരു കാര്യമില്ല. അപ്പോൾ ഗൈസ് ഓക്കെ, XP എന്തായാലും ആവശ്യം വരും. അപ്പം അടുത്ത വീഡിയോ നമുക്ക് XP ഫാം സെറ്റ് ചെയ്യാം. ഗൈസ് XP ഫാം നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.